ജങ്ക് ഫുഡ്സും കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന യുവതലമുറ ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു നേരമെങ്കിലും ആഹാരം ഇവർക്ക് ആരോഗ്യപ്രദമായി കഴിക്കണമെങ്കിൽ ആരെങ്കിലും മുന്നിട്ടിറങ്ങണം. ആ ചിന്തയാണ് തിരുവനന്തപുരം സ്വദേശിയായ ശാലിന്റെ മനസ്സിൽ പതിഞ്ഞത്. ഉച്ചഭക്ഷണത്തിന് പകരം ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കഴിക്കുന്ന 2 കുട്ടികളെ കണ്ടതോടെ ശാലിൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ പേരാണ് എന്റെ ചോറ്റുപാത്രം. ബാക്കി വിശേഷങ്ങൾ ശാലിൻ തന്നെ പറയും. ശാലിൻ, സ്വാഗതം. നമസ്കാരം സാർ, താങ്ക് യു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്റെ ചോറ്റുപാത്രം അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി പറഞ്ഞതുപോലെ എനിക്കൊരു ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റ് ആണ് ഉള്ളത് തിരുവനന്തപുരത്ത്. ആദ്യത്തെയാണ് കേരളത്തില്. അപ്പൊ അത് ലോക്ക്ഡൌണിന്റെ അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതൊരു 1 ഇയർ കഴിഞ്ഞു. ആ സമയത്തേക്ക് എന്റെ ഷോപ്പിൽ വന്ന നമ്മുടെ സംഗീത കോളേജിലെ 3ഓളം കുഞ്ഞുങ്ങള് 2-3 ദിവസം കഴിഞ്ഞ് അവരെ വഴിയിൽ വെച്ച് കാണുകയാണ്. ഉച്ച സമയം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്നത് പോലെ ചോറ് കഴിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് വന്ന മറുപടിയാണ് ഞങ്ങൾ ലഞ്ച് വീട്ടിൽ പോകുമ്പോഴാണ് കഴിക്കുക. കാരണം അവര് പല കുട്ടികളും നല്ല ടാലന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഗവൺമെന്റ് സീറ്റിലാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. അപ്പൊ ദൂരെ നിന്നുള്ളവരാ. അവർക്കൊരു ചെറിയ വരുമാനം മാത്രമേ അവരുടെ വീട്ടിൽ നിന്ന് ചെറിയ ഒരു ഇത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ അവർ പപ്സും വെള്ളവും കഴിക്കും. അഥവാ നാരങ്ങ വെള്ളം കുടിക്കുന്ന ദിവസമാണെങ്കിൽ പകരം ഒരു ബിസ്ക്കറ്റാ കഴിക്കുക. അപ്പോ അതേ പ്രായമുള്ള 2 മക്കളെ എനിക്കുണ്ട്. അപ്പോ എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ആ രാത്രിയിലുള്ള ചിന്തയാണ് പിറ്റേന്ന് എന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് എത്ര രൂപ ചിലവാകും എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ വരുന്നതും. ആ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് 35 രൂപയ്ക്ക് അവര് പപ്സിനൊക്കെ ചെലവാകുന്ന 28ആയിരുന്നു. ഒരു 7 രൂപയും കൂടി ഉണ്ടെങ്കിൽ ലഞ്ച് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത വരികയും അങ്ങനെ ആ 3 മക്കൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇന്ന് ഇപ്പോ ഇത്രയും ഇതായത്. ഇപ്പൊ നമ്മളിത് 3ാമത്തെ വർഷമായി. ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. സാധാരണ എല്ലാവരും പൊതിച്ചോറ് അങ്ങനെയൊക്കെ ആകും എത്തുക. പൊതി ചോറ്, അതിലേക്ക് ചോറും മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ നൽകി. ഈ ചോറ്റുപാത്രം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്, ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വേസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഷോപ്പിൽ കഴിവതും നമ്മൾ പ്ലാസ്റ്റിക്സിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കാറുണ്ട്. ഇപ്പൊ പ്ലാസ്റ്റിക് മാത്രമല്ല വേസ്റ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളൊരു ഫുഡ് പുറത്തു നിന്ന് വാങ്ങിച്ചാൽ പോലും ഒരാൾക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡാണ്. ഒരു നീഡഡ് ആയിട്ടുള്ള ഫുഡ് പലയിടത്തും കിട്ടാറില്ല. 1. 2, ഈ നമ്മൾ ഈ ഇല, പേപ്പർ, ഇതെല്ലാം തന്നെ എവിടെയെങ്കിലും കളയുക ചെയ്യുക ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇതിനേക്കാൾ അപ്പുറം എനിക്ക് പൊതിയാനും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു എന്ത് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റീൽ ലഞ്ച് ബോക്സിലേക്ക് വരുന്നത്. ഈ സ്റ്റീൽ ലഞ്ച് ബോക്സിൽ കൂടിയുണ്ട്. ഞാനിത് രാവിലെ 9:30 മണിക്കാണ് ഇത് കൊടുക്കുക. രാവിലെ ഞാൻ 7:30 മണി. ഇപ്പൊ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത്. അപ്പൊ ഈ കൊടുക്കുന്ന സമയത്ത് അവർ കഴിക്കുന്നത് വരെ ഈ ഭക്ഷണത്തിന് കേട് കൂടാതിരിക്കണം. അപ്പോ ഏറ്റവും നല്ല ഒരു ഇത് സ്റ്റീലാണെന്നുള്ള ഒരു ചിന്ത വരികയും പിന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനും ഈ വേസ്റ്റിനെ കളയുക, വേസ്റ്റ് മാനേജ്മെന്റും കൂടി ചിന്തിച്ചിട്ടാണ് ഒരാൾക്ക് നീഡായിട്ട്, എനിക്ക് 3 തരത്തിലുള്ള ചുറ്റുപാത്രം ഉണ്ട്. ഒരാൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമാണ് കൊടുക്കുക. അങ്ങനെയാണ് സ്റ്റീലിൽ പറയുന്നത്. ഈ പാത്രങ്ങൾ അവർ തിരികെ തരാറുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് ഒക്കെ? എങ്ങനെയാണ് ഇത് കൊടുക്കുക? ഒരേ സ്ഥിരം ആൾക്കാർ തന്നെയാണോ വാങ്ങുന്നത്? എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? ഞങ്ങൾക്ക് 2 തരം ആളുകളുണ്ട്. സ്ഥിരം വാങ്ങുന്നവരും ഉണ്ട്, അല്ലാതെ ഓട്ടോമേറ്റഡ് ഇടയ്ക്ക് വാങ്ങിക്കുന്നവരും ഉണ്ട്. അപ്പോൾ സ്ഥിരം വാങ്ങിക്കുന്നവർക്ക് നമ്മൾ സ്റ്റീൽ ലഞ്ച് ബോക്സ് അവരുടെ പേരിൽ തന്നെ ഉണ്ടാവും. അത് രാവിലെ 9:30 മണി മുതൽ വീട്ടിൽ വന്ന് എടുക്കുന്നവരുണ്ട്. അവരുടെ പാത്രങ്ങൾ കൊണ്ടുവരുന്നവരുണ്ട്. അതല്ലാത്തവർക്ക് നമ്മളൊരു 300 രൂപ ആദ്യം അടയ്ക്കുമ്പോൾ ഒരു സ്റ്റീൽ ലഞ്ച് ബോക്സ് ഒരാൾക്ക് വേണ്ടി കരുതും. അയാൾക്ക് അന്നത്തെ ദിവസം അതിൽ ഫുഡ് കൊടുത്തോട്ട് നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമ്മൾ ഓൾറെഡി വേറൊരു പാത്രത്തിൽ ഫുഡ് എടുത്ത് വെച്ചേക്കും. അപ്പോൾ അവർക്ക് 2 പാത്രം ഉണ്ടാവും ഒരാൾക്ക്. ഒരെണ്ണത്തിന്റെ പേയ്മെന്റ് ആണ് അവർ തരുന്നത്. പിന്നെ ഇതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 2 ആഴ്ച, ഒരു മാസത്തോളമായി നമ്മൾ പേപ്പർ കണ്ടെയ്നർ വിത്ത് മൈക്രോവേവ് സേഫ് ആയിട്ട്. അതിന്റെ ലിഡ് ആണെങ്കിൽ PP പ്ലാസ്റ്റിക് ആണ്. അത് പക്ഷെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ പൂർണ്ണമായിട്ട് നമ്മളിപ്പോ ചുറ്റുപാത്രം ഒരു റീസൈക്കിൾ പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സ്റ്റീൽ 2 പാത്രം ഉണ്ട്, സ്വന്തം പാത്രത്തിൽ വന്നെടുക്കുന്നവരുണ്ട്, പിന്നെ ഈ പേപ്പർ കണ്ടെയ്നേഴ്സും ഉണ്ട്. അങ്ങനെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ താങ്കളുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു. എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് നമ്മോടൊപ്പം ഈ വിശക്കുന്നവരെയും കൂടെ കൈ പിടിച്ചുയർത്തണം എന്നൊരു തോന്നലുണ്ടായത്? ആക്ച്വലി ഇത് പ്രതിസന്ധി ഒന്നും
അങ്ങനെ പൂർണ്ണമായിട്ട് തരണം ചെയ്ത് പോയിട്ടില്ല. കാരണം ഒരു 18 lakhs, ഞാനൊരു 2-3 years ജോലി ഒന്നും ഇല്ലാതെ ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തുനിന്ന് പ്രളയവും ഓക്കിയൊക്കെ കാരണം ജോലിയൊക്കെ പോയി 3 വർഷം ഒന്നും ചെയ്യാതിരിക്കുകയും 2019 ഒരു 1 year ഒരു പാലിയേറ്റീവിന്റെ സ്റ്റേജിൽ പോയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 18 lakhsന്റെ പ്രോജക്റ്റ് ആയിരുന്നു. 18 lakhs ലോൺ എടുത്ത് തുടങ്ങിയ പ്രോജക്റ്റ് തുടങ്ങുന്നതിന്റെ അന്നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. 10 മാസം കൊണ്ട് വീണ്ടും അത് ഭയങ്കര ബാധ്യതയിലേക്കാണ് വന്നത്, ലോണും വാടകയെല്ലാം കൂടെ. പക്ഷേ അവിടെയും നമ്മൾ അനുഭവിച്ച ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഒരാളെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം റെഡി ആയിട്ടൊന്നും ഒരാളെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. കോവിഡ് സമയത്ത് ഞാനും എൻ്റെ മക്കളും പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണങ്ങളെല്ലാം തീർന്നിട്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചനെ ഞങ്ങൾ ആശ്രയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന്റെ വില ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതിനു മുൻപും അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിന്ത വന്നപ്പോഴേക്കും നമുക്ക് വേറെ ഒന്നും തോന്നിയില്ല. കാരണം നീഡഡ് ആയിട്ടുള്ള ഭക്ഷണം കോവിഡ് സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കോവിഡ് ഒരു വീട്ടിൽ ഒരാളെയാ ബാധിച്ചെങ്കിൽ രണ്ടാമത് കോവിഡ് വന്നപ്പോൾ ഒരു വീട്ടിൽ എല്ലാവരെയും ബാധിച്ചു. അപ്പൊ അവർക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നീഡഡ് ആയിട്ട്, അതായത് ഒരു ലഞ്ച് മേടിക്കുന്നവർക്ക് തന്നെ 3 പേർക്ക് കഴിക്കത്തക്ക രീതിയിൽ അന്നേ അത് ചെറുതായി തുടങ്ങിയിരുന്നു. പിന്നെ ഈ മക്കള് വന്നപ്പോഴാണ് ചോറ്റുപാത്രത്തിലേക്ക് വന്നത്. ഇന്നും ചോറ്റുപാത്രം കൊടുക്കുമ്പോൾ 7-8ഓളം പേർക്ക് നമ്മൾ എന്താ പറയുന്നത്, സൗജന്യം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്കും ഫുഡ്. ഈ ഒരാൾക്ക് നമ്മൾ ഇത്രയും പ്രതിസന്ധിയുടെ ഇടയിൽ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന റോഡരികിൽ ഇരിക്കുന്നവർ മാത്രമല്ല ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ. ഇപ്പോ പല സെക്യൂരിറ്റി ജീവനക്കാരും 8,000-9,000 സാലറി മേടിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം അവര് ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാണ് അവരുടെ ആ ഒരു ദിവസം തള്ളി നിൽക്കുന്നത്. അതുപോലെ ഇപ്പോൾ 7,000 രൂപയുള്ളൂ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളിൽ, അതായത് തുണിക്കടകളിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെ സാലറി, സ്ത്രീകളുടെ. അപ്പൊ അവർക്കും പലപ്പോഴും ചുറ്റുപാത്രം ആശ്രയമാകാറുണ്ട്. അപ്പോൾ ഒരാളെ ചേർത്ത് പിടിക്കാൻ നമ്മള് എല്ലാം റെഡിയായി പ്രതിസന്ധികളെല്ലാം മാറി ഇരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്നത്, എനിക്കിപ്പോ ഒരാളെ പറ്റുന്നത് അതേ ഉള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാ. കാരണം ഇന്ന് ഈ ഒരു ഭക്ഷണം ഒരു നേരം ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് പോലും. സോ അതങ്ങനെയൊക്കെ പോകും. ഈ സമൂഹത്തിന് മുന്നിൽ ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചു വന്ന സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായാണ് താങ്കളെ കാണുന്നത്. കാരണം ഈ നേരത്തെ തന്നെ ഈ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് തുടങ്ങി എന്നുള്ള പറഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ഞാൻ ഓർക്കുന്നുണ്ട്. മുമ്പ് ഈ ഐസ്ക്രീമൊക്കെ നശിപ്പിച്ച് കളഞ്ഞ ഒരു പ്രതിഷേധമൊക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു ധൈര്യമൊക്കെ കിട്ടിയത്? അയ്യോ, അതിപ്പോ എന്താ പറയാ, നമ്മൾ ഈ നടുക്കടലിലായി പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിലും മരിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെടാന്നുള്ളതാ. അപ്പൊ പലരും ഇന്ന് ചെയ്യുന്നത് അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ എന്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുക. പക്ഷെ ഞാന് അതിനൊരു ശ്രമമാണ് പലപ്പോഴും നടത്തുന്നത്. ഒരു 2013 ഞാനും എൻ്റെ മക്കളും ഇവിടെ ഒറ്റയ്ക്കായി പോകുന്നത്. അവിടെയും ഞാൻ ചെന്നെത്തിയത് സൈക്കാട്രിയില് 6 മാസത്തോളം ഒരു ഭ്രാന്തിൻ്റെതായ അവസ്ഥയിൽ. ഞാൻ അവിടെ കിടന്നിരുന്നുവെങ്കിൽ അവിടെ തന്നെ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് മക്കളെയും കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയതാ. ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു കേട്ടോ, ഇത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ ജീവിതം. പക്ഷേ അവിടെ മനസ്സിലായതാണ്, നമ്മൾ വിചാരിച്ചാലൊന്നും ഈ ജീവിതം പോകില്ല. അപ്പോ നമുക്ക് 2 രീതിയിൽ ജീവിക്കാം. ഒന്ന്, നമുക്ക് ഈ പഴി പറഞ്ഞുകൊണ്ട് ജീവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാം. അവിടെ ആ സ്റ്റെപ്പ് എടുത്ത് വെച്ച് തുടങ്ങിയതാണ്. പിന്നെ കോവിഡ് വന്നു, അവിടെയും ഈ പ്രശ്നം വന്നപ്പോ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരും. അത് നമ്മുടെ തിരഞ്ഞെടുപ്പിലാണ്. മുന്നോട്ട് പോകുവാണോ അതോ ഇവിടെ തന്നെ കിടക്കുകയാണോ എന്നുള്ളതില്ല. ഇവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. പക്ഷെ മുന്നോട്ട് നമ്മൾ ഒരു കാലെടുത്ത് വെക്കാൻ തയ്യാറായാൽ മറ്റേ കാലം നമ്മളോടൊപ്പം തന്നെത്താനെ വരും. അപ്പോ ആ ധൈര്യം അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ മരിക്കാനായി എളുപ്പം, ജീവിക്കാൻ ഭയങ്കര ധൈര്യം വേണം. ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ നേരിട്ടേ പറ്റത്തുള്ളൂ. അത് എങ്ങൊന്നും സംഭരിക്കണ്ട. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ പാത്ത് റൈറ്റ് ആണെങ്കിൽ അത് നമുക്ക് ആ ധൈര്യം ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അത് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. പിന്നെ നമ്മൾ കൂടുന്നവരിൽ നിന്ന് നമുക്ക് ചുറ്റുവട്ടത്തു നിന്ന് വരും. സോ അതങ്ങനെ അങ്ങ് പോകും. ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ഹോസ്പിറ്റാലിറ്റി രംഗത്തൊക്കെ ഒരുപാട് വർഷം ജോലി ചെയ്തിരുന്ന ഒരാളാണ് താങ്കൾ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജോലിയിൽ നിന്നൊക്കെ വിട്ട് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാം, സ്വന്തമായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്?
ആക്ച്വലി നമ്മള് ജോലി സ്ഥലത്ത് നമ്മളിപ്പോഴും ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ട് കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളൊക്കെ തന്നെയാണ് ഈ കോംപ്രമൈസ് തയ്യാറാകേണ്ടടുത്ത് പലയിടങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ, ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീ, അതുപോലെ തന്നെ പുറമേ കാഴ്ചയിൽ കുഴപ്പമൊന്നും തോന്നാത്ത ഒരു സ്ത്രീ, അപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ 2-3 ഇടത്തു നിന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങിയത് തന്നെ സാലറി വാങ്ങിക്കാതെയാണ്. അവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോ അങ്ങനെയൊക്കെ വന്നപ്പോ ഒരുപാട് എൻ്റെ ഈ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും. എല്ലാ ദിവസവും വന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ഇനിയും ഇങ്ങനെ പറഞ്ഞ അന്നൊക്കെ ഞാൻ ഒത്തിരി കരയുമായിരുന്നു കേട്ടോ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇത് എന്താ എനിക്കിങ്ങനെ വരുന്നത്, അത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയണം. എന്തുകൊണ്ട് നമ്മളോട് അപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരെ എങ്ങനെയായിരിക്കും ആളുകൾ ട്രീറ്റ് ചെയ്യാം. ഈ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് സ്ത്രീ എന്ന നിലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അത് ജോലി സ്ഥലത്ത് ഉണ്ടായപ്പോഴാണ് എന്തെങ്കിലും ഒറ്റയ്ക്ക് തുടങ്ങണമെന്ന് ചിന്ത. ഫിസിക്കലി എനിക്ക് ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ. അപ്പോൾ ഒരു ജോലി ലീവ് എടുക്കുക അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ 3 പേര് മാത്രമാണ്, എല്ലാ മക്കളുടെ കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒരു റിസ്ക് എടുത്തേ പറ്റും. ആ റിസ്ക് ആണ് ബിസിനസ്സിലേക്ക് വന്നത്. അത് വന്നു, ഇപ്പോഴും ആ റിസ്ക് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഒത്തിരി ജീവിതം ആസ്വദിക്കുകയാണ്. ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും സ്ത്രീകൾ തന്നെ നമ്മുടെ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് തിരിച്ചു പറയുകയാണെങ്കിൽ, ശബ്ദം ഉയർത്തുകയാണെങ്കിൽ അവർക്കെതിരെ തിരിയാൻ ഒരു വിഭാഗം ആളുകളുണ്ടാകും. നമ്മൾ എത്രയൊക്കെ സമത്വമുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അതെ, ഉറപ്പായിട്ടും ഉണ്ട്. ഞാനത് അനുഭവിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, എല്ലായിടങ്ങളിലും അതുണ്ട്. ഇപ്പൊ ഇന്ന മേഖല എന്നൊന്നും അല്ല, എല്ലായിടങ്ങളിലും ഉണ്ട്. പക്ഷെ അവിടെ നമ്മള് ഒരു തവണയെങ്കിലും നമ്മള് അത് എതിർക്കാൻ തയ്യാറാകണം. പലപ്പോഴും അത് അയ്യോ എന്ന് വിചാരിച്ചിട്ട് അതിനെ മാറ്റി നിർത്തുകയല്ല. അവിടെ നമ്മൾ ഒരു പ്രാവശ്യം ശബ്ദം ഉയർത്തിയാൽ പിന്നെ അത് ഉണ്ടാവില്ല. അത് ശബ്ദം ഉയർത്താൻ ഇന്ന് സ്ത്രീ, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സംവരണമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും നമ്മൾ അതിന്റെ വഴിക്ക് അതിനെ അങ്ങ് വിടുക ചെയ്യും. നമ്മൾ അതിനുവേണ്ടി ശബ്ദം ഉയർത്താനൊന്നും ഒത്തിരി ഭയങ്കര വലുതായിട്ട് ഞാൻ ശബ്ദം ഉയർത്തുക എന്ന് പറയുന്ന ആ രീതിയിലല്ല. പക്ഷെ ഞാൻ ഒരാൾ ശബ്ദം ഉയർത്തിയാൽ എനിക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ മാറും. അതുപോലെ എല്ലാ സ്ത്രീകളും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ എൻ്റെ ചോറ്റുപാത്രത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണ്? ആരാണ് ഇതിനൊരു സ്ട്രെങ്ത്? എങ്ങനെ മുന്നോട്ട് പോകുന്നത്? എന്റെ ചോറ്റുപാത്രം മുന്നോട്ട് പോകുന്നത് ഈ ചോറ്റുപാത്രം കുടുംബം മുഴുവനുണ്ട്. ആദ്യം ചോറ്റുപാത്രം തുടങ്ങിയപ്പോൾ, ഞാനിത് തുടങ്ങിയ സമയത്ത് മകൾ അന്ന് മെഡിസിന് പഠിക്കുകയാണ്, മകനും പഠിക്കുകയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ വൈകിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോകും. ഷോപ്പിൽ അന്ന് വേറെ സ്റ്റാഫ് ഇല്ല. അപ്പൊ ഞാൻ വൈകിട്ട് രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും മകൾ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കും. രാവിലെ എഴുന്നേറ്റ് അരി ഇടുന്നത് മകനായിരുന്നു. പിന്നീട് കോവിഡ് എല്ലാം കഴിഞ്ഞ്, കോവിഡിന്റെ 2ാമത്തെ സ്റ്റേജ് സമയത്താണ് നമ്മൾ ചോറ്റുപാത്രം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിർബന്ധമായിട്ട് എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടത്. ഇപ്പൊ ചിഞ്ചു എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് കൂടെയുള്ളത്. ചിഞ്ചുവിനൊരു മകനുണ്ട്, അമ്മയുണ്ട്. പുള്ളിക്കാരിയും ഒറ്റയ്ക്കാണ്. അപ്പോ ചിഞ്ചുവാണ് എന്താവശ്യത്തിന് കൂടുള്ളത്. ചിഞ്ചു രാവിലെ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് വെച്ചിട്ട് 7 മണിയാകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ 10:30 മണി വരെ ഞാനും ചിഞ്ചുവും തമ്മിലുള്ള പോരാട്ടമാണ് ഇതിനകത്ത്. ചിഞ്ചു ആണ്. ഇപ്പൊ ഒരാൾ കൂടി ഉണ്ട്. പിന്നെ ഇപ്പൊ ഡെലിവറിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, യാസിയും അതുപോലെ തന്നെ അങ്ങനെ 2 പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഇതാ. ചോറ്റുപാത്രത്തിന്റെ പച്ചക്കറികൾ എത്തിച്ചു തരുന്നതിൽ പലപ്പോഴും നമ്മുടെ ചോറ്റുപാത്രം ഫാമിലി തന്നെ ഒരു നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുവരും. അപ്പൊ വിഷമില്ലാത്ത സാധനം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു കൂട്ടായ്മയായിട്ടാണ് ചോറ്റുപാത്രം പോകുന്നത്. അതൊരു ബുദ്ധിമുട്ട് തോന്നി. ആരെങ്കിലും സഹായിക്കാറുണ്ടോ? ഫണ്ടൊക്കെ എങ്ങനെയാണ്? ഈ കൂട്ടായ്മയിലൂടെ തന്നെയാണോ? അയ്യോ, ഫണ്ടാണോ ഉദ്ദേശിച്ചത്? ഫണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ചോറ്റുപാത്രം നമ്മളിപ്പോ സ്റ്റുഡൻസിന് 39, കുറച്ചുകൂടി അഡൾട്ട്സിന്, അതായത് കുറച്ചുകൂടെ കൂടുതൽ കഴിയാൻ 49 ആക്കി. നമ്മുടെ വിമൻസ് കോളേജിലെ അധ്യാപകരാണ്. അവർ ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്നപ്പോ ഇത് ഞങ്ങൾക്ക് തന്നെ ഇത്രയും നഷ്ടമാണ് നിങ്ങളിത് എന്ന് പറഞ്ഞിട്ട് അവർ 10 രൂപ കൂട്ടിയതാണ്. അപ്പോ ആക്ച്വലി ഈ 39-നും 49-നും കൊടുക്കുമ്പോൾ എന്റെ ഈ സ്റ്റാഫിനുള്ള സാലറി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചോറ്റുപാത്രത്തിന് അങ്ങനെ ഫണ്ടൊന്നുമില്ല. ഞങ്ങൾ രാവിലെ 6 മണി മുതലുള്ള 10 മണി വരെയുടെ അധ്വാനമാണ് ചോറ്റുപാത്രം പോകുന്നത്. വലിയ ലാഭം എടുക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് അങ്ങനെ ഒരു ഫണ്ടിലല്ല, ഇതൊരു ആക്ച്വലി ഒരു ചാരിറ്റി പോലുള്ള ഫണ്ടിലല്ല പോകുന്നത്. ഞാൻ ഇത്രയും വലുതാവുമെന്ന് വിചാരിച്ചതല്ല. 3 പേർക്ക് തുടങ്ങി
അത് പിന്നെ 2 ആയി, അത് 2 കൂടി, പിന്നെ 13 ആയി. അങ്ങനെയാണ് ചോറ്റുപാത്രം കൂടിയത്. ഇന്നിപ്പോ പുതിയതായിട്ടാണ് ഇന്നിപ്പോ 2 കുഞ്ഞുങ്ങളുള്ള ട്വിൻസ് ഉള്ള ഒരു ലേഡി, ആ കുട്ടികളുടെ കാര്യവും അതുപോലെ വീട്ടിലെ കാര്യവും പ്രായമായ അമ്മയുടെ കാര്യവും നോക്കാൻ പറ്റുന്നില്ല. 6 പേർക്കുള്ള ഭക്ഷണം ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മളതൊരു ലാഭകരമായിട്ട് പോകുന്ന, ഒരു വലിയ ലാഭകരം എന്നല്ല, പക്ഷെ നമ്മുടെ സർവൈവലിൽ നടന്നു പോകുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് വേറെ പുറത്തുനിന്നുള്ള ഫണ്ടില്ല. എന്റെ അധ്വാനം തന്നെയാണ് എന്റെ ഇതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംരംഭം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ? എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴും ആയി തന്നെ മുന്നോട്ട് പോവുകയാണോ? അതെ, നമ്മള് ഐഫ്രൂട്ട് നമ്മൾ തുടങ്ങി. ഐഫ്രൂട്ട് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. തൈക്കാട് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് തുടങ്ങിയപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, 10 മാസം അടച്ചിട്ടു. വീണ്ടും നമ്മൾ അത് സർവൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വീണ്ടും അതൊരു പാർഷ്യലി 3 മാസവും 2.5 മാസം പൂർണ്ണമായിട്ടും അടച്ചിടേണ്ടി വന്നു, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പോ നമ്മൾ ഒന്ന് റെഡിയായി വരുമ്പോഴാണ് എന്തെങ്കിലും ഇത് വരുന്നത്. വികസനം വേണം, പക്ഷെ അതൊരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കൃത്യമായ ഒരു കണക്കുകൂട്ടൽ ഇല്ലാതെയുള്ള വന്നതുകൊണ്ട് നമ്മളത് ഒരുപാട് ഞാൻ അനുഭവിച്ചു. ഇപ്പൊ അത് 1 വീക്ക് ആയതുള്ളൂ റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ചുറ്റുപാത്രം കൂടാതെ ഐഫ്രൂട്ട് ഉണ്ട്. പിന്നെ എനിക്ക് എനിക്കൊരു ആക്ടിവിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കേരളത്തിന് വെളിയിലുള്ള ഖാദി സാരീസ് ഡയറക്റ്റ് ആയിട്ട് സ്ത്രീകളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അവരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അതൊരു ചെറിയ മാർജിൻ മാത്രം ഇട്ടിട്ട്. പിന്നെ ചുറ്റുപാത്രത്തിന്റെ പിക്കിളുണ്ട്. അതും എനിക്കൊരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള 10-29 മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ള. അപ്പൊ അവരുടെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ചുറ്റുപാത്രത്തിന്റെ പിക്കിള് ചെയ്യുന്നത്. പറയുന്നത് പോലെ ഇങ്ങനെ ഒരു 6 മണി മുതൽ 11 മണി വരെയുള്ള ഒരു സ്ത്രീയുടെ യാത്ര. അതിനിടയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവാണ്. 6 to 10, 11 വരെ ചുറ്റുപാത്രം. അത് കഴിഞ്ഞ് ഐഫ്രൂട്ടിലേക്ക് പോകും. അവിടെ ഇരുന്ന് തന്നെ ചില സമയത്ത് സാരിയുടെയും ഈ പിക്കിളിന്റെയും ഒക്കെ വർക്ക് ചെയ്യും. രാത്രി 11 മണിക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഇതിനിടയ്ക്ക് ട്രെയിനിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പീസ് വില്ലേജ് എന്ന് പറഞ്ഞ വയനാട് അതൊരു ഓൾഡ് ഏജ് ഹോം ആണ്, പാലിയേറ്റീവ് കെയർ കൂടിയാണ്. അവരുടെ ഒരു റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെയുള്ള അന്തേവാസികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ നടത്തിക്കൊണ്ടുപോയി ഒരു ഒരു അൺബാലൻസിങ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഇറ്റ്സ് എ വുമൻ ക്യാൻ എന്നുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ താങ്കളുടെ ഈ ബിസിനസ്സിലൊക്കെ തന്നെ ഈ ഒരുപാട് ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ താങ്കൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെയൊക്കെ ചേർത്ത് നിർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടല്ലേ? അത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റി പീപ്പിൾ ഓൾസോ ഐ എം സപ്പോർട്ടിങ് ദം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് വർക്കിന് പോയിട്ടാണ് നമ്മൾ അവരെ എപ്പോഴും കാണുന്നത്. അതൊന്നും അല്ലാതെ അവർക്കൊരു തൊഴിൽ കണ്ടെത്താൻ എന്റെ ഷോപ്പിൽ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് ഞാൻ ജോലിയിൽ അവരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് പലരും. അപ്പോ ഈ ഒറ്റയ്ക്കായി പോകുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന വലിയ കാര്യം. എന്തെങ്കിലും പ്രോജക്ട്സുകളുണ്ട് ഗവൺമെന്റിന്, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ ആ പ്രോജക്ട്സ് അവരിലേക്ക് എത്തിക്കാൻ ആരും ശ്രമിക്കാറില്ല. അപ്പൊ അത് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അതുവഴി അവർ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. ഒരു സ്ത്രീ ഇൻഡിപെൻഡന്റ് ആയിക്കഴിഞ്ഞാൽ അതാണ് നമുക്കൊരു സ്ത്രീക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റും. സ്ത്രീ എന്ന് മാത്രമല്ല പുരുഷനാണെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കൊടുക്കാൻ കഴിയുന്നിടത്താണ് എവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ കഴിവതും അങ്ങനെ എന്നെ വിളിക്കുന്നവര്, ഇപ്പൊ റിജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. സോ പുള്ളിക്കാരി ഒറ്റയ്ക്കാണ്, 2 മക്കളുണ്ട്. 2 മക്കൾക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഷീ ഹാസ് എ ഗാർമെന്റ് യൂണിറ്റ്. അപ്പൊ റിജുവിന്റെ പ്രോഡക്ട്സ് ട്രിവാൻഡ്രത്ത് എത്തിച്ച് ഞാൻ അതിവിടെ സപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ റിജുവിനെ സഹായിക്കാനായിട്ട്, റിജുവിന്റെ തന്നെ പേരിൽ തന്നെയാണ്, ബ്രാൻഡിൽ തന്നെയാണ് ഞാൻ അതിവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഒരുപാട് പേര് എന്റെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അവർ ഒത്തിരി പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരാൾക്ക് കാശ് കൊടുക്കുക പറഞ്ഞാൽ 1 ടൈം ആണത്. ബട്ട് ഇഫ് യു ആർ ഗിവിങ് 1 ഓപ്പർച്യൂണിറ്റി ടു ലീവ് എന്നുള്ളത് അവരുടെ ലൈഫ് ലോങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അവരെ ലൈഫ് ലോങ് ചേർത്ത് പിടിക്കാനുള്ള ടൂൾസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഐ ആം ഡൂയിങ്. അല്ലാതെ പൈസ കൊടുത്ത് എൻ്റെ കയ്യിലില്ല. കാരണം അത് എനിക്കും അങ്ങനെ ഇല്ല.
എൻ്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട്. മാം, അതോടൊപ്പം തന്നെ ഈ താങ്കൾ വന്ന ഒരുപാട് വഴികളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് അത്തരം ജീവിതാനുഭവങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. ഈ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ആത്മഹത്യ തന്നെ ചിന്തിക്കാവുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ഉള്ളവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അയ്യോ, അത് ഞാൻ ആക്ച്വലി വൺ തിങ്, ഈ ഉപദേശം ഞാൻ ചെയ്യാറില്ല എന്നുള്ളത്. കാരണം നമ്മളിപ്പോ ഒരാള്, ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മളൊരാൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത് ഒരു നിമിഷം തോന്നുന്ന ഒരു ചിന്തയാണ്. മനഃപൂർവ്വമായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്ത് ഒരു ആത്മഹത്യക്കൊന്നും ആരും തയ്യാറെടുക്കില്ല. ഇപ്പോ അറ്റ് പ്രസന്റ് ദ സിറ്റുവേഷൻ വിച്ച് ഐ ആം ഗോയിങ് ത്രൂ, നമ്മളീ പറഞ്ഞല്ലോ ഒരു സർവൈവൽ 6 മന്തോളം നമ്മളിപ്പോ ക്ലോസ്ഡ് ആയിട്ടുള്ള, അപ്പൊ അന്ന് നമ്മൾ റെന്റ് കൊടുക്കണം, അന്ന് നമ്മുടെ ഈ പറയുന്ന 18 lakhs ലോൺ അടയ്ക്കണം. പക്ഷെ ഇവിടെ ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത്, നമ്മുടെ ഓണേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. അവർ പറയില്ല, അവർക്ക് ഇതൊരു വരുമാനമാണ്. അങ്ങനെ വരുന്നു. മക്കൾ രണ്ടുപേരും ഇപ്പൊ പഠനം കഴിഞ്ഞതേ ഉള്ളൂ, ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഉള്ള ചെലവല്ല, അവർ വലുതാകുമ്പോൾ അവര് വരുന്നു. അവര് നമ്മളെ കൈത്താങ്ങാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയില് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകും, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നിടത്ത് ഞാൻ പറയുന്നു, അതൊരു ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ചിന്തിക്കുന്നിടത്ത് നിന്നുകൊണ്ട് അതിന്റെ അടുത്ത ബിക്കോസ് എന്നെക്കാട്ടിലും പ്രശ്നമുള്ളവരുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതെ, ആ ചിന്തയോടെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ താങ്കളുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയതിന്. എന്തായാലും ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നൊരു ജീവിതമാണ് ശാലിൻ്റേത്. ഇപ്പോൾ എൻ്റെ ചോറ്റുപാത്രം എന്നുള്ള ഒരു പുതിയ സംരംഭവുമായി ഒരുപാട് പേർക്ക് കൈത്താങ്ങായി മുന്നോട്ട് പോവുകയാണ് അവർ. എന്തായാലും സി പോസിറ്റീവിടെ പൂർണ്ണമാകുന്നു. നന്ദി.